അവൾക്ക് വേണ്ടി. നമുക്കിടയിൽ വഴക്കുകളൊന്നും ഇല്ലെന്ന് അവളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി, അവളെ പറ്റിക്കാൻ വേണ്ടി കുറച്ചു നേരത്തേക്ക് അഭിനയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അക്ഷര, ഞാനൊരു നല്ല ആക്ടറല്ല. എന്റെ അഭിനയം ഒരിക്കലും ശരിയാവുകയില്ല. എല്ലാ നല്ല അഭിനേതാക്കളും ഇങ്ങനെ തന്നെയാ പറയാറ്. നല്ലൊരു അഭിനേതാവാണ് നിങ്ങൾ എന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നിങ്ങളിപ്പോ പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. സുധിമോളെ വിഷമിപ്പിക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല. റെഡിയായിക്കും, രാവിലെ തന്നെ പോ. ഔട്ടിങ്ങും കഴിഞ്ഞ് ഉച്ചഭക്ഷണം പുറത്തുനിന്ന് കഴിച്ച് തിരിച്ചു വരാം. ഉറപ്പാണല്ലോ? ഇനി ഇത് മാറില്ലല്ലോ? ഇല്ല, ഉറപ്പ്. താങ്ക് യു വെരി മച്ച്. ഇത്രയ്ക്ക് ഒഫീഷ്യലാവണോ അക്ഷര? വേണം. പണ്ട് നമ്മൾ ഒന്നായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് രണ്ട് അപരിചിതർ തമ്മിൽ കാണിക്കുന്ന എല്ലാ ഫോർമാലിറ്റീസും പാലിക്കണം. അങ്ങനെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. $10-20 കൊല്ലമായി ഞാൻ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ ആയിട്ടും ഒരു പരാതിയും ആരും കേൾപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഡോക്ടറാണെന്ന് കരുതിയാ കുടുംബം കൂടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടും താമസിക്കാൻ ഞാൻ വീട് തന്നത്. അതിനുള്ള എനിക്ക് കിട്ടി, സന്തോഷായി. കൂടുതലൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോ ഈ നിമിഷം ഇവിടെ നിറങ്ങണം. വീടും പൂട്ടി താക്കോലും കൊണ്ട് പോകാനാ ഞാൻ വന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ എങ്ങനെ പറയണം? നാട്ടുകാരെന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. രാവിലെ മുതലേ കോളോട് കോളായിരുന്നു. മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഒരു പെട്ടി മാത്രമല്ലേ എടുക്കാവുള്ളൂ. ഫർണിച്ചർ, ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ എന്റെ ആണല്ലോ. വേഗം അതെടുത്ത് സ്ഥലം കാലിയാക്കി. ഒരു വഴക്കിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. വേറൊരു സ്ഥലം കിട്ടാതെ ഞാൻ എങ്ങോട്ടാ മാറണ്ടേ? ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോഴേ ആലോചിക്കണമായിരുന്നു. ഇതുവരെ ഞാൻ മര്യാദയ്ക്കാ സംസാരിച്ചേ. ഇനി എന്നെ കൊണ്ടേ എന്റെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. 1/2 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ഒഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ വീണ്ടും നാട്ടുകാർ വരും. ചേട്ടാ, ഹലോ, എവിടെയുണ്ട്? ഞാൻ വീട്ടിലാ. എനിക്കൊരു ഹെൽപ്പ് വേണം. നിരഞ്ജൻ ഉടനെ ഒന്ന് ഇവിടെ വരെ വരണം. ഞാനൊരു പ്രോബ്ലത്തിലാ. എന്തു പറ്റി? ആ ഹൗസ് ഓണർ ഇവിടെ വന്നിരിപ്പുണ്ട്. ഇപ്പൊ തന്നെ വീട് മാറണമെന്നാ അയാൾ പറയുന്നേ. ആളൊരു പ്രത്യേക തരക്കാരനാ. ഒന്ന് ഇവിടെ വരെ വന്ന് നിരഞ്ജൻ അയാളുമായിട്ടൊന്ന് സംസാരിക്കണം. അല്ല, ഇപ്പോഴോ? അതെ, ഉടനെ വേണം. അല്ല മാലു, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകാൻ നിൽക്കുകയാണല്ലോ. ഇവിടെ വന്നിട്ടൊന്ന് പോവാലോ? അതല്ല, എൻ്റെ കൂടെ അക്ഷരയും സുധിമോളും ഉണ്ടായിരിക്കും. ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോകാൻ പോവാ. ഓ, അത് ശരി. അപ്പൊ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? പ്രശ്നത്തിൽ പെട്ടത് ഞാൻ മാത്രമാണല്ലോ അല്ലേ? അല്ലെങ്കിലും അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. തഴയപ്പെടുന്നതും നഷ്ടങ്ങൾ വരുന്നതും മുഴുവൻ എനിക്ക് മാത്രമാണല്ലോ. അല്ല, എനിക്കറിയില്ലായിരുന്നല്ലോ മാലുവിന് ഇങ്ങനൊരു ആവശ്യം വരുമെന്ന്. നിരഞ്ജൻ എന്റെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഇന്നലെ രാത്രി എനിക്ക് നാണം കെടേണ്ടി വന്നത്.